ഇക്കഴിഞ്ഞ ദിവസം സഭയിൽ മുഖ്യമന്ത്രി കേരളം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിരുന്നു. ആ നേട്ടങ്ങൾ കൈവരിക്കാൻ സത്യസന്ധമായി മാത്രമേ ഇടപെട്ടുള്ളൂ എന്ന് പറഞ്ഞ് നല്ല കാലത്തിന്റെ മഹിമ മുഖ്യൻ അടിവരയിട്ട് പറയുമ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വയറു മുറുക്കി ജീവിക്കേണ്ടി വരുന്ന നല്ല കാലത്തെ കുറിച്ച് ഓർത്തു പോവുകയാണ് കട്ട് ആൻഡ് റൈറ്റ്. പറഞ്ഞു വരുന്നത് റേഷൻ കട വ്യാപാരികൾ സമരം നടത്തുമ്പോൾ പട്ടിണിയാവുന്ന സാധാരണ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ്. സ്വാഗതം കട്ട് ആൻഡ് റൈറ്റിലേക്ക്. കഴിഞ്ഞ ഒരു മാസത്തോളമായി റേഷൻ കടകൾ ഏകദേശം സ്തംഭിച്ച അവസ്ഥയിലാണ്. റേഷൻ വാതിൽപ്പടിയിൽ എത്തിക്കുന്ന കരാറുകാർ ഉൽപ്പന്നങ്ങൾ റേഷൻ കടയിൽ എത്തിക്കാത്തതിനാൽ ഏകദേശം എല്ലാ കടകളിലും നിലവിലുള്ള സ്റ്റോക്ക് കഴിയാറായി. ഇനി കട തുറന്നു വെച്ചിട്ട് കാര്യമില്ല, അടച്ചിടുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. അങ്ങനെ അടച്ചിട്ടാൽ അത് എത്രമാത്രം സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമായി മാറുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഭൂരിഭാഗം മലയാളികളും റേഷൻ കടയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. വിലക്കയറ്റം രൂക്ഷമായി നിൽക്കുന്ന സമയത്ത് അരിയും ഗോതമ്പും അടക്കമുള്ള കാര്യങ്ങൾക്ക് മറ്റു കടകളെ ആശ്രയിക്കുന്നത് വലിയ ചെലവേറിയ ദൗത്യമാണ്. റേഷൻ വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക തീർത്തു കൊടുക്കണമെന്ന ആവശ്യത്തിന് നേരെയും വേതന ഇൻസെന്റീവ് പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന റേഷൻ വ്യാപാരികൾക്ക് നേരെയും സർക്കാർ കണ്ണടയ്ക്കുമ്പോൾ അത് ബാധിക്കുക സാധാരണക്കാരെയാണ്. 3.5 മാസത്തോളമായി സാധനങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാർക്ക് ബിൽ തുക കൊടുത്തിട്ട് ഒരു മാസം 17 കോടി രൂപയാണ് ഇവർക്ക് നൽകേണ്ടത്. അതായത് 59.5 കോടി രൂപയാണ് 3.5 മാസത്തെ കുടിശ്ശിക. ഇത് തീർക്കാത്തതിനാൽ വാതിൽപ്പടി വിതരണം അനിശ്ചിതാവസ്ഥയിലാണ്. തങ്ങൾ സമരത്തിലല്ലെന്നും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാത്തതെന്നുമാണ് കരാറുകാർ പറയുന്നത്. പല റേഷൻ കടകളും കാലിയായ നിലയിലാണ്. സംസ്ഥാനത്തെ 14,150 റേഷൻ കടകളിലും സ്റ്റോക്ക് തീർന്ന മട്ടാണ്. കടയിൽ വന്ന് വെറും കൈയോടെ മടങ്ങിപ്പോകുന്ന സാധാരണക്കാരന്റെ ഗതികേട് ചില്ലറയല്ല. റേഷൻ കട വ്യാപാരികൾ ഈ മാസം 27 മുതൽ റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ്. അവസാനമായി വേതന ഇൻസെന്റീവ് പരിഷ്കരിച്ചത് 2018-ലാണെന്നും 2025 ആയിട്ടും അതിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്നും അവർ പറയുന്നു. BPL അന്ത്യോദയ കാർഡുകാർക്ക് നേരിട്ട് അരി കൊടുക്കുന്നതിന് പകരം അതിനുള്ള പണം അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നതും 30,000 വരുന്ന ആളുകളെ തൊഴിലില്ലാത്തവരായി മാറ്റുമെന്നും അവർ പറയുന്നു. 2018-ലെ വേതന ഇൻസെന്റീവും കുറ്റമറ്റതല്ലായിരുന്നു. കാരണം ചില വ്യാപാരികൾക്ക് ഉയർന്ന വേതനവും ചിലർക്ക് കുറഞ്ഞ വേതനവും എന്നിങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അന്ന് ഉയർന്നിരുന്നു. എന്നാൽ അതിനെതിരെയുള്ള സംഘടനകളുടെ പ്രതിഷേധങ്ങളും വൃഥാവിലായി പോയിരുന്നു. ഇപ്പോൾ നൽകുന്ന 18,000 രൂപ 30,000-ആയി ഉയർത്തണമെന്നാണ് വ്യാപാരികളുടെ മറ്റൊരാവശ്യം. എന്നാൽ ഭക്ഷ്യമന്ത്രി അനിൽകുമാർ റേഷൻ കട വ്യാപാരികളുമായി നടത്തിയ ചർച്ചയിൽ ഈ ആവശ്യം അംഗീകരിച്ചില്ല. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സമയത്ത്, അതായത് ക്ഷേമ പെൻഷനുകൾ മുതലായവ മുടങ്ങിക്കിടക്കുന്ന സമയത്ത് മറ്റൊരു സാമ്പത്തിക ബാധ്യത കൂടി വരുത്തിവെക്കാനാവില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട്. ചർച്ച അലസിയതിനെ തുടർന്ന് സമരത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് റേഷൻ വ്യാപാരികൾ. കേന്ദ്ര സർക്കാർ പൊതുവിതരണത്തെ തകർക്കുന്ന നടപടികൾ പിൻവലിക്കുക, വ്യാപാരികളുടെ വേതനം അതത് മാസം നൽകുക, മിനിമം പെൻഷൻ 5,000 രൂപ നൽകുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുക, സെയിൽസ്മാനെ വേതന പാക്കേജിൽ ഉൾപ്പെടുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങളും റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. 2021-ലും 2022-ലുമെല്ലാം നിരവധി സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടവർ നടത്തിയിരുന്നു. ഓരോ സമരത്തിന് ശേഷവും നടക്കുന്ന ചർച്ച വെറും ചർച്ചയായി അവശേഷിക്കുക എന്നല്ലാതെ കാര്യമായ ഒരു ഉറപ്പും സർക്കാർ അവർക്ക് നൽകിയിരുന്നില്ല എന്നതാണ് വാസ്തവം. പൊതുവിതരണ സംവിധാനം എന്നത് രാജ്യത്തെ ജനജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ്. അത് പ്രഥമ പരിഗണന നൽകേണ്ട വിഭാഗമാണെന്ന് അന്നം തിന്നുന്നവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അന്നമൂട്ടുക എന്നത് സർക്കാരിന്റെ ബാധ്യത തന്നെയാണ്. ശാശ്വതമായ പരിഹാരം കണ്ടെത്തി പ്രശ്നം പരിഹരിച്ചാൽ സാധാരണക്കാരന്റെ കഞ്ഞികുടി മുട്ടില്ല എന്നർത്ഥം. അധികാരം എന്നാൽ മറ്റുള്ളവനെ ഓച്ചാനിച്ച് കൈകൂപ്പി നിർത്താനുള്ള അവസരമുണ്ടാക്കലല്ല, മറിച്ച് ജനക്ഷേമം ഉറപ്പുവരുത്തലാണ്. അത് വാക്കിലല്ല, പ്രവൃത്തിയിൽ തന്നെ വേണം താനും. സമരം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഉറപ്പായപ്പോൾ വീണ്ടും ചർച്ചയ്ക്കൊരുങ്ങിയാലോ എന്ന നിലപാടിലായി ഇപ്പോൾ സർക്കാർ. അതുമാത്രമല്ല, ലോകത്തെങ്ങുമില്ലാത്ത വാഗ്ദാനവും മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് സർക്കാരിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ച് നില മെച്ചപ്പെട്ടാൽ ഉറപ്പായും വേതന ഇൻസെന്റീവ് പരിഷ്കരിക്കാമെന്ന്. അതായത് നല്ല കാലം വരും, അപ്പോൾ നമുക്ക് ശരിയാക്കാമെന്ന്. ഇതിന് ധനമന്ത്രിയുടെ ഉറപ്പ് വാങ്ങിച്ചു കൊടുക്കുക എന്നതാണത്രേ സാഹസിക ദൗത്യം. ഇത് കേൾക്കുമ്പോൾ കട്ട് ആൻഡ് റൈറ്റിന് ഒരു കാര്യം പറയാൻ തോന്നുകയാണ്. എന്ത് മനോഹരമായ ആചാരങ്ങൾ!
നവകേരളം കെട്ടിപ്പടുക്കാൻ 1.5 കോടി രൂപയുടെ ബസ്സുമായി നാട് മുഴുക്ക നടന്ന് പരാതി കേട്ടിട്ടും കോരന് കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി എന്ന് സാരം. എല്ലാം സർക്കാരിന് ബാധ്യതയായി മാറിയ മട്ടാണ്. ഉച്ചക്കഞ്ഞി, ക്ഷേമ പെൻഷൻ തുടങ്ങിയവ ബാധ്യതയായി മാറി. KSRTCക്കാർക്ക് പെൻഷൻ കൊടുക്കാനില്ല, പരീക്ഷാ നടത്തിപ്പിന് കാശില്ല, ഒടുക്കം പൊതുവിതരണം വരെ ബാധ്യതയായി. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് അഹോരാത്രം പ്രസംഗിക്കുന്ന സർക്കാരിന് സ്ത്രീകളും അധിക ബാധ്യതയായി മാറിയിരിക്കുകയാണ്. കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല ഏടുകളും വെളിച്ചം കാണാത്തത് എന്താണെന്ന് ഇനി പറയണ്ടല്ലോ. എന്തായാലും LDF വന്ന് എല്ലാം പിഴിഞ്ഞൂറ്റി ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ.